നമസ്കാരം. നടൻ കമൽഹാസനും സംവിധായകൻ മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന തഗ് ലൈഫ് റിലീസിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ചെന്ന് പെട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം കമൽഹാസൻ കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് വന്നത് എന്നുള്ള ഒരു പ്രസ്താവനയാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് അവസരങ്ങൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുടെയും കമൽ ഈ പ്രസ്താവനയ്ക്ക് മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ കമൽ പറഞ്ഞത് ഞാനത് സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്, അതിന് ഞാൻ മാപ്പ് പറയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? കർണാടക ഹൈക്കോർട്ട് കൃത്യമായൊരു വിധി കമൽഹാസന് മേൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങൾ താരമായിരിക്കാം, വലിയൊരു നടനായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്താലും സാധാരണക്കാരായ ജനങ്ങളുടെ സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യാനുള്ള അവകാശമില്ല, അധികാരമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ എന്താണോ ഒരു തെറ്റ് പറ്റിയാൽ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായി കമൽഹാസൻ മാപ്പ് പറയുക. മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് തഗ് ലൈഫ് റിലീസ് ചെയ്യുന്ന സെന്ററുകളിൽ, കർണാടകയിലുള്ള തിയേറ്ററുകളിലൊക്കെ തന്നെ സുരക്ഷ ഒരുക്കാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ പ്രസ്താവന. എന്തായാലും കമൽഹാസൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യാൻ അനുമതി നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കുന്നു? ജൂൺ 5-ാം തീയതി തഗ് ലൈഫ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും, കർണാടകയിൽ ഒഴിച്ച്. അതിലേക്ക് എത്തി നിൽക്കുകയാണ് അവസ്ഥ. അതായത് MP ആയി കമൽഹാസൻ വന്നു നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ തന്നെ ഒരു സംസ്ഥാനത്ത് കമൽഹാസന്റെ ചിത്രം റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളൊരു നടൻ എന്ന രീതിയിൽ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോഴേക്കും അതിനൊരു സംസ്ഥാനം ബഹിഷ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സിനിമയിലൊക്കെ തന്നെ അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായ കമലിന് അതെങ്ങനെയായിരിക്കാം താങ്ങാൻ കഴിയുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മാപ്പ് പറയില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമ ജീവിതത്തിൽ തന്നെ ഇങ്ങനൊരു പ്രതിസന്ധി ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. കാരണം ഒരു മാപ്പ് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ സിനിമ ഒരു സംസ്ഥാനത്ത് കളിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ KFCC, കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. കമൽ മാപ്പ് പറയുക, മാപ്പ് പറയാത്ത പക്ഷം ഈ സിനിമ കർണാടകയിൽ കളിക്കില്ല. കാരണം ഇത് സാധാരണക്കാരായ കന്നഡവാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് KFCCയുടെയും പ്രസ്താവന. എന്തായാലും കമൽ ഇതിന് ശേഷം തിരുവനന്തപുരത്ത് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. ഈ തഗ് ലൈഫ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻ്റർവ്യൂകൾ, ഒരുപാട് അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ് ഈ പ്രസ്താവനയ്ക്ക് ശേഷം. ഇത് ഓഡിയോ ലോഞ്ചിൽ ശിവരാജ് കുമാറിന് നേരെ നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നിരവധി പ്രൊമോഷണൽ വേളകളിൽ പോലും കമൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നുപോലും മാപ്പ് പറയാൻ കമൽ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ഈ ഒരു സ്റ്റേയിലേക്ക് വന്നതിന് ശേഷവും മാപ്പ് പറയാൻ വേണ്ടി കമൽ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ഈ ചിത്രം നിർമ്മിക്കുകയാണ്. ഈ ചിത്രം വരുമ്പോൾ ഇത് പ്രത്യേകമായും ഒരു MP കമൽഹാസൻ ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വിവാദവും കൂടി നിൽക്കെ സിനിമയെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു ചോദ്യവും കൂടി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. കാരണം തഗ് ലൈഫിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ ആരംഭിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിങ്ങുകളൊക്കെ തുടരുന്നുണ്ട്. ഒരു കമൽഹാസൻ ചിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രീ ബുക്കിങ്സിൽ അടുത്ത കാലത്തിടയ്ക്ക് വിക്രം മാറ്റി നിർത്തുക കേട്ടോ. കാരണം വിക്രം ഒരു ലോകേഷ് കനകരാജ് അങ്ങനെ ഒരു LCU യൂണിവേഴ്സൊക്കെ ആയിട്ട് വന്നതിന് ശേഷം, ഞാൻ പറയുന്നത് ഔട്ട്സൈഡ് വിക്രം ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കമലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിലൊക്കെ തന്നെ അത്യാവശ്യം മികച്ച രീതിയിൽ ഒരു പ്രീ ബുക്കിംഗ് ആയിട്ട് മാറുകയാണ് ഈ സിനിമ. ലോകമെമ്പാടും, അതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരള, തമിഴ്നാട് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബുക്കിങ്ങുകൾ കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫിന് ലഭിക്കുന്നുണ്ട്. അവിടെയാണ് കർണാടകയിൽ ഈ ഒരു പ്രശ്നം ഒതുക്കുകയും ചെയ്യുന്നത്. KFCC ഉൾപ്പെടെയുള്ള സംഘടനകൾ കമൽ ചിത്രത്തെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ കന്നഡ ജനതയ്ക്കും കമൽ മാപ്പ് പറയാത്തതിലുള്ള വൈകാരികമായ വിഷയവും കൂടി ഈ സമയത്ത് ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കമൽ പറയുന്ന ഒരു കാര്യം, താൻ സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ വാചകങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് മാപ്പ് പറയേണ്ട സിറ്റുവേഷനിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഒരു ഓഡിയോ ലോഞ്ചിൽ ശിവരാജ് കുമാർ അതിഥിയായി എത്തിയപ്പോൾ താൻ ശിവരാജ് കുമാറിനോട് പറഞ്ഞ ഒരു വാക്കുകൾ, അത് വളരെ പരസ്യമായ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ ഒരു വാക്കുകൾ അത് അനാവശ്യമായി വളച്ചൊടിച്ചു എന്നതും കൂടി കമൽ പറയുകയും ചെയ്യുകയുണ്ടായി. ഏതായാലും കാര്യങ്ങൾ വളരെ വേഴ്സായിട്ടാണ് എത്തി നിൽക്കുന്നത്. സിനിമയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. സത്യം പറഞ്ഞാൽ ഓഡിയോ ലോഞ്ചിൽ ഒരു ഗസ്റ്റായിട്ട് ശിവരാജ് കുമാർ എത്തുമ്പോൾ പോലും ഈ സിനിമ ഈ ഒരു തലത്തിലേക്ക് മാറുമെന്ന് കമൽഹാസൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു രീതിയിലേക്ക്, വിചാരിക്കാത്ത തലത്തിലേക്ക് പോലും ഈ സിനിമയുടെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷേ രണ്ട് ഭാഗത്താക്കി ഇവിടെ സമൂഹം തിരിയുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ, ഒരു വിഷയം വരുമ്പോഴേക്കും രണ്ടറ്റമായി തിരിയുക എന്നുള്ളതും വാസ്തവമാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കമൽഹാസൻ അനുകൂലികളുമുണ്ട്, കമൽഹാസനെ എതിർക്കുന്നവരുമുണ്ട് എന്നുള്ളൊരു വസ്തുതയിലേക്ക് കാര്യം എത്തുന്നു.
എന്തായാലും സിനിമ റിലീസാവാൻ ഈ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡേ 1 കളക്ഷൻ പോലും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ, അതിപ്പോൾ കർണാടക സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഈ ഒരു വേവ്, കമൽഹാസൻ്റെ ഈ ഒരു വാക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അത് പ്രധാനമായും പറയാൻ കാരണം കമൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ കമൽ ഈ പ്രസ്താവന പറഞ്ഞതിനോട് മാപ്പ് ചോദിക്കണം എന്ന് കൃത്യമായി വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അത് കമലിനെതിരെ തന്നെ തിരിയുകയാണ്. മറുപക്ഷത്ത് കമൽഹാസൻ എന്ന സിനിമാ സ്നേഹിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അദ്ദേഹത്തിൻ്റെ സിനിമ ബഹിഷ്കരിക്കണമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. സിനിമയായി കാണുക, അല്ലാതെ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ അത് അതിൻ്റെ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള സിനിമാ സ്നേഹികളുടെ വാദവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും പൊളിറ്റിക്സും സിനിമയും കൂടി ഇടകലർന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് തഗ് ലൈഫ് എന്ന ചിത്രം. ചിമ്പു, തൃഷ, ജോജു, ഐശ്വര്യലക്ഷ്മി, അഭിരാമി, അങ്ങനെ വലിയ താരനിര പോലും ഈ സിനിമയിൽ അണിനിരക്കുന്ന ഒരു വലിയ ബഡ്ജറ്റിൽ ഒരുക്കപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഈ രാഷ്ട്രീയപരമായ വിവാദങ്ങളും കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ ഈ സിനിമയെ പ്രതികൂലമായി ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു വസ്തുത തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ എന്തായാലും ജൂൺ 10 അടുത്ത ഹിയറിങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയോളം കർണാടകയിൽ ഈ സിനിമ റിലീസാകുന്നില്ല എങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നുള്ള കളക്ഷൻ അപ്പാടെ തന്നെ കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ ഒരു നിർമ്മാതാവായ കമലിന് കൂടി അതെങ്ങനെയായിരിക്കാം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക, അതിനേക്കാളും ഉപരി ഒരു മാപ്പിലേക്ക് കാര്യങ്ങൾ മാറ്റുമോ, അത് ഒരു പൊളിറ്റീഷ്യനായ ഒരു നടനായ കമൽഹാസന് നട്ടൽ വളയ്ക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഈ ഒരൊറ്റ ഓഡിയോ ലോഞ്ചിലെ കമലിൻ്റെ പ്രസ്താവനയിലൂടെ തന്നെ വ്യാപകമായി പടർന്നിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും കമൽ മാപ്പ് പറയില്ല, അതുകൊണ്ട് തന്നെ കർണാടക സംസ്ഥാനത്ത് ഈ സിനിമ കളിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി എന്ത്, കമൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുമോ, അതോ കമലിന് ഒരു തരത്തിൽ ആ ഒരു പ്രസ്താവനയെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് ഇത് നടത്താനുള്ളൊരു, അല്ലെങ്കിൽ ഈ സിനിമയുടെ റിലീസ് കർണാടകയിൽ നടത്താനുള്ളൊരു സാഹചര്യം എന്തായാലും നിലനിൽക്കുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ വിധി പ്രകാരം അങ്ങനെ തന്നെയാണ്, മാപ്പ് പറയുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കർണാടകയിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യുമോ, അല്ലെങ്കിൽ കർണാടക എന്ന സംസ്ഥാനം തന്നെ അപ്പാടെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ റിലീസ് വേണ്ട, കളക്ഷൻ വേണ്ട, അവിടുത്തെ ജനതയുടെ വികാരത്തെ മാനിക്കുന്നില്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് കമലിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള 2 ഓപ്ഷനാണ് മുന്നോട്ടുള്ളത്. ഇനി തീരുമാനിക്കേണ്ടത് കമൽഹാസനാണ്.